നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റിംഗ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിറ്റ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടു ദ ഫോളോയിങ് ഡാറ്റ. ബിലോ മാർക്സ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. മാർക്സ് 10 to 20, ഇറ്റ് ഈസ് 4, 20 to 30 22, 30 to 40 48, 40 to 50 66, 50 to 60 40, then 60 to 70 16, 70 to 80 4. ഇത്രയും ഡീറ്റെയിൽസാണ് തന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് നോക്കുമ്പോൾ തന്നെ ഈ സീരീസ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് സീരീസാണ്. ഇതിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ വേണ്ടി ആദ്യം നമുക്ക് മീൻ കണ്ടുപിടിക്കണം, ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സെഡ് വാല്യൂ കാണാൻ പറ്റും. പിന്നെ സെഡ് വാല്യൂ വെച്ചിട്ടാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം ഇതിൽ നിന്ന് മീൻ കാണാൻ വേണ്ടിയിട്ട് ഒരു കോളം വരയ്ക്കാം. ഓക്കെ, ആൻഡ് മാർക്സ് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം ഫ്രീക്വൻസി, മിഡ് എക്സ്, ദെൻ ഡി ഡാഷ്, എഫ് ഡി ഡാഷ്, എഫ് ഡി ഡാഷ് സ്ക്വയർ. 6 കോളമുള്ള ഒരു ടേബിൾ വരയ്ക്കുക. മാർക്കിൻ്റെ താഴെ 10 to 20. ഫോർ എക്സാമ്പിൾ ഈ മാർക്കും ഫ്രീക്വൻസി എന്ന് പറയുന്നത് മേ ബി ഒരു ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് ആയിരിക്കും. 10ൻ്റെ 10 to 20 കിട്ടിയ 100ൽ അല്ലെങ്കിൽ 80 ഔട്ട് ഓഫ് 80ൽ 10 to 20ൻ്റെ ഇടയിൽ മാർക്ക് കിട്ടിയ സ്റ്റുഡൻസിൻ്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 4 ആണ്. അതേപോലെ 20 to 30 എന്ന് പറയുന്നത് 22 ആണ്. അങ്ങനെയാണ് മാർക്സ് ഓഫ് ഫ്രീക്വൻസി തന്നിരിക്കുന്നത്. മേ ബി ഒരു ക്ലാസ്സിലെ മാർക്സ് ആയിരിക്കും അത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോളം മാർക്സ് 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80. അത് ക്വസ്റ്റ്യൻ തന്ന പോലെ തന്നെ എഴുതാം. ദെൻ ഫ്രീക്വൻസി ഇറ്റ് ഈസ് 4, 22, 48, 66, 40, 16, 4. അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ ദ സം ഓഫ് ഫ്രീക്വൻസി സിഗ്മ എഫ് എന്ന് പറയുന്നത് 200 ആണ്. ഇപ്പോൾ ഈ 4 + 22 + 48 + 66 + 46 + 16 + 4 ചെയ്യുന്ന സമയത്ത് നമുക്ക് 200 ആയിരിക്കും ടോട്ടൽ വരുന്നത്. അതും ടോട്ടൽ ചെയ്ത് വെക്കുക. ദെൻ മിഡ് എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് മാർക്സ് 10 to 20യുടെ ഫസ്റ്റ് സീരീസിലെ ലോവസ്റ്റ് ഫ്രീക്വൻസി മീൻസ് 10, ആൻഡ് ദെൻ ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 10 + 20 / 2 വിൽ ഗെറ്റ് 15. അതാണ് മിഡ് എക്സ് എന്ന് പറയുന്നത്. ദെൻ 20 to 30 ചെയ്യുന്ന സമയത്ത് 20 + 30 / 2 25, then 30 to 40 35, 40 to 50 45, 50 to 60 55, 60 to 70 65, 70 to 80 75. ഇതിൻ്റെ മിഡ് വാല്യൂ മാർക്സിനെ നമ്മൾ നോർമലി എക്സ് ആയിട്ട് എടുക്കാറ്. അതിൻ്റെ മിഡ് വാല്യൂ 10 to 20 വന്നു 15 25 35 അങ്ങനെ ഓരോ ഫ്രീക്വൻസിയുടെയും അല്ലെങ്കിൽ ഓരോ സീരീസിൻ്റെയും മിഡ് വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. അതാണ് മിഡ് എക്സ് എന്ന് പറയുന്നത്. ദെൻ ഡി ഡാഷ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ 10. എക്സ് എന്ന് പറയുന്നത് നമ്മൾ മിഡ് എക്സിൽ കണ്ടുപിടിച്ചു. 15 25 എന്ന് പറഞ്ഞിട്ട് എക്സ് കണ്ടുപിടിച്ചു. എക്സ് ബാർ നമുക്കറിയില്ല. എക്സ് ബാർ തൽക്കാലം ഒരു അസ്യൂംഡ് മീൻ എടുക്കുക നമ്മൾ. അപ്പോൾ ഇവിടെ മിഡ് എക്സ് എന്നൊരു അസ്യൂംഡ് മീൻ എടുത്തു കഴിഞ്ഞാൽ 45നെ നമുക്ക് എക്സ് ബാർ ആക്കി എടുക്കാം. കാരണം അസ്യൂംഡ് മീൻ ആക്കി എടുക്കാം. എക്സ് ബാറിന് 45 ആയിട്ട് എടുക്കാം. ദെൻ ഡിവൈഡ് ബൈ 10 എന്ന് പറയുന്നത് ക്ലാസ് ഇൻ്റർവെല്ലാണ്. 10 to 20, 20 to 30, 30 to ഒക്കെ ക്ലാസ് ഇൻ്റർവെല്ലിൽ 10 ആണ് വരുന്നത്. അതുകൊണ്ട് 10 വരുന്നത്. ഓക്കെ, ഡി ഡാഷ് കാണാനുള്ള ഫോർമുലേനെ എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ 10. ഇനി ഫസ്റ്റത്തെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. -3 എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. എക്സ് എന്ന് പറയുന്നത് 15 ആണ്. മിഡ് വാല്യൂ 15 ആണ്. മൈനസ് അസ്യൂംഡ് മീൻ എടുത്തിരിക്കുന്നത് 45 ആണ്. ആരോ നോക്കിയാൽ കാണാൻ പറ്റും, അവിടെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്തിരിക്കുന്നത്. 15 - 45 ഡിവൈഡ് ബൈ 10. 10 എന്ന് പറയുന്ന ക്ലാസിൻ്റെ വിൽ ഗെറ്റ് -3. അതേപോലെ ഡി ഡാഷിൻ്റെ സെക്കൻഡ് വാല്യൂ കിട്ടുന്നത് 25 - 45 ഡിവൈഡ് ബൈ 10 വിൽ ഗെറ്റ് -2. ദെൻ -1 0 1 2 3 ഇങ്ങനെയായിരിക്കും ഡി ഡാഷിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, അത് ചെയ്യാൻ എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ 10. എക്സ് എന്ന് പറയുന്നത് മിഡ് എക്സിൽ ഓരോ വാല്യൂസ് എടുക്കാം. എക്സ് ബാർ എന്ന് പറയുന്നത് അസ്യൂംഡ് മീൻ, ഒരു മീൻ ഇതിന്ന് 45 ഞാൻ എടുത്തിരിക്കുന്നത് 45 ആണ്. മേ ബി നിങ്ങൾക്ക് 35 എടുക്കാം, 55 എടുക്കാം. ജസ്റ്റ് ഒരു അസ്യൂംഡ് മീൻ, അതിനനുസരിച്ച് എൻ്റെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ദെൻ അടുത്ത കോളാണ് എഫ് ഡി ഡാഷ് എന്ന് പറയുന്നത്. എഫ് ഡി ഡാഷ് മീൻസ് സെക്കൻഡ് കോളം ഇൻറ്റു ഫോർത്ത് കോളം. സെക്കൻഡ് കോളം ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി ഇൻറ്റു ഡി ഡാഷ് 4 × -3 -12. എന്നാൽ പ്ലസും മൈനസും മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ആയിരിക്കും വരുന്നത്. 4 × -3 -12, 22 × -2 -44, 48 × -1 -48, 66 × 0 0. 0നെ ഏത് നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 ആയിരിക്കും വരുന്നത്. 40 × 1 40, 16 × 2 32, 4 × 3 12.
അപ്പോൾ എഫ് ഡി ഡാഷ് കിട്ടി. ഇനി അതിൻ്റെ സം കണ്ടുപിടിക്കണം. എഫ് ഡി ഡാഷിൻ്റെ സം കാണാൻ വേണ്ടിയിട്ട് -12 പ്ലസ് -44 പ്ലസ് -48 പ്ലസ് 40 പ്ലസ് 32 പ്ലസ് 12 ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ് -20. സിഗ്മ എഫ് ഡി ഡാഷ് കിട്ടി -20. ദെൻ അടുത്ത ലാസ്റ്റ് കോളാണ് എഫ് ഡി ഡാഷ് സ്ക്വയർ. എഫ് ഡി ഡാഷ് സ്ക്വയർ മീൻസ് എഫ് ഇൻറ്റു ഡി ഡാഷ് സ്ക്വയർ. ഡി ഡാഷ് എന്ന് പറയുന്നത് ഫോർത്ത് കോളാണ്. ഡി ഡാഷിൻ്റെ സ്ക്വയർ ഇൻറ്റു എഫ് നമുക്ക് ഫ്രീക്വൻസിയാണ്, അത് 4 ആണ്, ഇൻറ്റു ഡി ഡാഷ് സ്ക്വയർ. ഡി ഡാഷ് എന്ന് പറയുന്നത് -3 ആണ്. -3യുടെ സ്ക്വയർ 4 ഇൻറ്റു 9. -3യുടെ സ്ക്വയർ 9 ആയിരിക്കും വരുന്നത്. അതേപോലെ -2ൻ്റെ സ്ക്വയർ 4, -1ൻ്റെ സ്ക്വയർ 1, ദെൻ 0 സ്ക്വയർ 0, 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9. ഇങ്ങനെയാണ് ഡി ഡാഷിൻ്റെ സ്ക്വയർ വരിക. അപ്പോൾ 4 ഇൻറ്റു 9 എഫ് ഡി ഡാഷ് സ്ക്വയർ നമുക്ക് ലാസ്റ്റ് കോളത്തിൻ്റെ ഫസ്റ്റ് വാല്യൂ 36 എന്ന് കിട്ടും. അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് 4 ഇൻറ്റു -3 സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ 4 ഇൻറ്റു 9 36. ദെൻ 22 ഇൻറ്റു -2 സ്ക്വയർ ദാറ്റ് ഈസ് 88. ദെൻ 48 ഇൻറ്റു 1 സ്ക്വയർ 1 തന്നെ ആയതുകൊണ്ട് 48 ഇൻറ്റു 1 48. ദെൻ 66 ഇൻറ്റു 0 0. 40 ഇൻറ്റു 1 സ്ക്വയർ 1 തന്നെയാണ്. 40 ഇൻറ്റു 1 40. 16 ഇൻറ്റു 4 64. 4 ഇൻറ്റു 9 36. ഇത്രയാണ് എഫ് ഡി ഡാഷിൻ്റെ വാല്യൂ എന്ന് വരുന്നത്. എഫ് ഡി ഡാഷ് എന്താ ചെയ്ത് സെക്കൻഡ് കോളം ഇൻറ്റു ഫോർത്ത് കോളം സ്ക്വയർ. ഫോർത്ത് കോളം ഡി ഡാഷ് ആണ്, ഡി ഡാഷിൻ്റെ സ്ക്വയർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതിൻ്റെ സം വരുന്നത് 312 എന്നായിരിക്കും സിഗ്മ എഫ് ഡി ഡാഷ് സ്ക്വയർ വരുന്നത്. ഇനി ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് മീൻ കണ്ടുപിടിക്കാൻ പറ്റും. മീൻ കാണാനുള്ള ഫോർമുലയാണ് എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ഡിവൈഡ് ബൈ എൻ ഇൻറ്റു സി. എ എന്ന് പറയുന്നത് അസ്യൂംഡ് മീനാണ്. കാരണം അസ്യൂംഡ് മീൻ അല്ല ശരിക്കും, മേ ബി നമ്മളത് അസ്യൂം ചെയ്തൊരു മീനാണ്. ആ ഡിസ്ട്രിബ്യൂഷനിൽ അസ്യൂം മീൻ ചെയ്തതാണ്. നോർമലി ആക്ച്വൽ മീൻ അതായിരിക്കണം എന്നില്ല. അപ്പോൾ അത് ആക്ച്വൽ മീൻ കാണാൻ വേണ്ടിയിട്ട് അസ്യൂംഡ് മീൻ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ബൈ എൻ ഇൻറ്റു 100 ഇൻറ്റു സി. സി മീൻസ് ക്ലാസ് ഇൻ്റർവൽ. അസ്യൂംഡ് മീനായിട്ട് എടുത്തിരിക്കുന്നത് 45 ആണ്. പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് നമ്മളിവിടെ ചെയ്താണ് ഫിഫ്ത്ത് കോളത്തിൻ്റെ ടോട്ടൽ -20 ഡിവൈഡ് ബൈ എൻ 200 ആണ് സിഗ്മ ഫ്രീക്വൻസിയുടെ ടോട്ടൽ. 200 ഇൻറ്റു ക്ലാസ് ഇൻ്റർവൽ 10 വിൽ ഗെറ്റ് 44. നമുക്ക് ആക്ച്വൽ മീൻ കിട്ടി. നേരത്തെ അസ്യൂംഡ് മീൻ ആയിരുന്നു, ഇപ്പോൾ ഒറിജിനൽ മീൻ കിട്ടി 44. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. കണ്ടിന്യൂസ് സീരീസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഫോർമുലയാണ് റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി ഡാഷ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഡി ഡാഷ് ബൈ എൻ ഹോൾ സ്ക്വയർ ഇൻറ്റു സി. സിഗ്മ എഫ് ഡി ഡാഷ് എന്ന് പറയുന്നത് എഫ് ഡി ഡാഷ് സ്ക്വയർ എന്ന് പറയുന്നത് 312 ആണ് ലാസ്റ്റ് കോളത്തിൻ്റെ ടോട്ടൽ. ഡിവൈഡ് ബൈ 200 മൈനസ് എഫ് ഡി ഡാഷ് ദാറ്റ് ഈസ് -20 ഡിവൈഡ് ബൈ 200 ഹോൾ സ്ക്വയർ ഇൻറ്റു 10. 10 എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ പുറത്താണ്. ഇനി 300 ഡിവൈഡ് ബൈ 200 ചെയ്യുന്ന സമയത്ത് 1.56 വരും. ദെൻ -20 ഡിവൈഡ് ബൈ 200 സ്ക്വയർ ചെയ്യുന്ന സമയത്ത് -0.01 വരും. ദെൻ ഇൻറ്റു 10 വിൽ ഗെറ്റ് റൂട്ട് ഓഫ് 1.55 വരും. 1.56 0 കുറച്ച് 1.55 റൂട്ട് ഓഫ് 1.55 ഇൻറ്റു 10 ദാറ്റ് ഈസ് 1.24. റൂട്ട് 1.55 എന്ന് പറഞ്ഞാൽ 1.24 ആണ് വരുന്നത്. ഇൻറ്റു 10 റൂട്ട് കാണാൻ വേണ്ടി നമുക്ക് കാൽക്കുലേറ്ററിൽ റൂട്ട് ഓഫ് 1.55 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റൂട്ട് കിട്ടും. ദാറ്റ് ഈസ് 1.24 ഇൻറ്റു 10 വിൽ ഗെറ്റ് 12.44. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി 12.44. മീൻ 44 എന്നും അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12.44 എന്ന് കിട്ടും. ഇനി നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാൻ വേണ്ടിയിട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷനും അതേപോലെ പോയിസൺ ഡിസ്ട്രിബ്യൂഷനൊക്കെ പോലെ തന്നെയാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. P(x) × n തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് മീൻസ് കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. Z കണ്ടുപിടിക്കണം, അതിനുശേഷം അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ടൊക്കെയാണ് ഇതിൻ്റെ വാല്യൂ ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് കോളം ക്ലാസ് ലിമിറ്റ് എന്ന് കൊടുക്കാം. സെക്കൻഡ് കോളം Z ആണ്. Z എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ x - x ബാർ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ x ബാറും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ചെയ്തത്, അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് കോളം ക്ലാസ് ലിമിറ്റ് ആണ്. ക്ലാസ് ലിമിറ്റിൽ എപ്പോഴും നമ്മൾ ലോവർ ലിമിറ്റാണ് എഴുതേണ്ടത്. ലോവർ ലിമിറ്റ് മീൻസ് 10 to 20 ആണെങ്കിൽ അതിൻ്റെ ലോവർ ലിമിറ്റ്സ് 10 ആണ്. 20 to 30 ആകുമ്പോൾ എൻ്റെ ലോവർ ലിമിറ്റ് 20 ആണ്. അങ്ങനെ എല്ലാത്തിൻ്റെയും ലോവർ ലിമിറ്റ്സാണ് ക്ലാസ് ലിമിറ്റിൽ എഴുതേണ്ടത്. 10, 20, 30, 40, 50, 60, 70. ലാസ്റ്റത്തെ സീരീസിൽ മാത്രം, അല്ലെങ്കിൽ ലാസ്റ്റ് സീരീസിൽ അപ്പർ ലിമിറ്റ് കൂടി എഴുതണം 80. ഇനി
ഇസഡിൻ്റെ ഫോർമുല എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അല്ലെങ്കിൽ എക്സ് മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മ്യൂ തന്നെയാണ് നമ്മൾ മീനായിട്ട് എടുത്തിരിക്കുന്നത് എക്സ് ബാർ ആയിട്ട്. അപ്പോൾ ഏത് ഫോർമുല വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. മ്യൂ എഴുതിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ എക്സ് മൈനസ് എക്സ് ബാർ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇനി അടുത്ത കോളം, തേർഡ് കോളാണ് ഏരിയ ഫ്രം ടേബിൾ. അതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇസഡിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ടത്. സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ വെച്ചിട്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ദെൻ ഏരിയ ഫോർ ഇൻ്റർവെൽ, ആ ഏരിയ എത്രയാണെന്നുള്ള ആക്ച്വൽ ഏരിയ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫസ്റ്റ് പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഓരോന്നിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്, ആ ഏരിയ അതിന് അവിടെ ഏരിയ ഫോർ ഇൻ്റർവെല്ലിൽ ചെയ്യേണ്ടത്. എന്നിട്ട് ഈ ഏരിയ ഫോർ ഇൻ്റർവെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പി ഓഫ് എക്സ് എന്ന് പറയുന്നത്. പി ഓഫ് എക്സ് ഇൻറ്റു എൻ എന്ന് പറയുന്നത് 200 ആണ്. ഈ പി ഓഫ് എക്സിനെ 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് കിട്ടും. ഇനി ഒരു ഫസ്റ്റ് ലിമിറ്റിനെ നോക്കാം. 10ൻ്റെ ഇസഡ് എന്ന് പറയുന്നത് നമുക്കറിയില്ല, അത് ഹൈഫൺ ഇട്ട് വയ്ക്കണം. ദെൻ ഏരിയ ഫ്രം ടേബിൾ 0.5 ആണ്, അത് ടോട്ടൽ ഏരിയയാണ് നമ്മളവിടെ എടുക്കുന്നത്. ദെൻ ഏരിയ ഫോർ ഇൻ്റർവെൽ ഉണ്ടായിരിക്കില്ല, അതേപോലെ തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് അതിലുണ്ടായിരിക്കില്ല, അതൊക്കെ ഹൈഫൺ ചെയ്ത് വയ്ക്കുക. അതേപോലെ തന്നെ ലാസ്റ്റത്തെ 80യുടെ നേരെ വരുന്നതിലും ഇസഡിൻ്റെ വാല്യൂ നമുക്ക് കാണാൻ പറ്റില്ല. ഇനി സെക്കൻഡ് ലോവർ ലിമിറ്റ് എടുക്കാം. 20യുടെ ഇസഡ് കാണാൻ വേണ്ടിയിട്ട് 20 മൈനസ് 44 മീൻസ് മ്യൂ. 20 മൈനസ് 44 ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12.44. ദാറ്റ് ഈസ് അത് 20 44 നമുക്ക് -24 വരും. -24 ഡിവൈഡ് ബൈ 12.44 ചെയ്യുന്ന സമയത്ത് -1.93 ആയിരിക്കും വരുന്നത്. ഇനി 1.93 ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 0.4732 ആണ്. ഈ 0.4732 എങ്ങനെ കിട്ടി നോക്കാം. 1 ഇസഡിൻ്റെ ഏരിയ അണ്ടർ നോർമൽ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് എടുക്കുക, അതിൻ്റെ ടേബിൾ. എന്നിട്ട് ഇസഡിൻ്റെ ഫസ്റ്റ് കോളം ഇസഡ് ആണ്, ഇസഡിൽ 1.9 എടുക്കുക. 1.9 കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരുന്ന വാല്യൂ 1.90 ആണ്. സെക്കൻഡ് കോളം വരുന്നത് 1.91 ആണ്. 2 3 അപ്പോൾ 1.93 ആയതുകൊണ്ട് 3യുടെ നേരെ വരുന്ന വാല്യൂ നോക്കുക 0.4732. അങ്ങനെ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് 0.4732 വരും. അപ്പോൾ അതിൻ്റെ വാല്യൂ കിട്ടി 0.4732. ദെൻ ഏരിയ ഫോർ ഇൻ്റർവെൽ. ഏരിയ ഫോർ ഇൻ്റർവെൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഈ ടോട്ടൽ ഏരിയയിൽ നിന്ന് ഈ ഇപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടുപിടിച്ച ടേബിൾ വാല്യൂ മൈനസ് ചെയ്താൽ നമുക്ക് ഏരിയ ഫോർ ഇൻ്റർവെൽ കിട്ടും. 0.5 മൈനസ് 0.4732 ചെയ്താൽ 0.027. ഈ ഏരിയ എന്ന് പറയുന്നത് ഇസഡ് ലെസ് ദാൻ 1.93. ഇസഡ് ലെസ് ദാൻ -1.93യുടെ ഏരിയയാണ് 0.27 എന്ന് പറയുന്നത്. ഇതെങ്ങനെ മാർക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ, ഒരു നോർമൽ കർവിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡ് -0.5 നേരെ കിടക്കുന്ന ഏരിയയാണ് 0.27. ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനാണ്, ഡാർക്ക് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനാണ് 0.027 എന്ന് പറയുന്നത്. അത് ഇസഡ് ലെസ് ദാൻ 1.93. ഇനി ഈ 0.027 കിട്ടി പറഞ്ഞു. 0.5 നിന്ന് ടോട്ടൽ ഏരിയയിൽ നിന്ന് 0.4732 മൈനസ് ചെയ്ത 0.027 കിട്ടും. ഇൻറ്റു 200 5.48. ഇപ്പോൾ ഫസ്റ്റ് തിയററ്റിക്കൽ ഫ്രീക്വൻസി കിട്ടി 5.48 എന്നുള്ളത്. അതെങ്ങനെ കിട്ടിയത്, 0.027 ഇൻറ്റു 200 ചെയ്ത്. ഇനി അടുത്ത ലോവർ ലിമിറ്റാണ് 30 എന്ന് പറയുന്നത്. 30യുടെ ഇസഡ് എന്ന് പറയുന്നത് 1.13 ആണ്. എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ 30 മൈനസ് 44 ഡിവൈഡ് ബൈ 12.44. സെയിം ഇക്വേഷൻ വെച്ചിട്ടും ഇപ്പോൾ മുന്നേ കണ്ടുപിടിച്ച സെയിം ഇക്വേഷൻ വെച്ച് ചെയ്തിട്ടാണ് -1.13 കിട്ടിയത്. 1.13യുടെ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് ഇസഡിൻ്റെ വാല്യൂ നമുക്ക് 1.1 എടുക്കുക, ദെൻ 0.03 എടുക്കുക, 0.3708 ആയിരിക്കും അതിൻ്റെ ടേബിൾ വാല്യൂ വരുന്നത്. അതാണ് തേർഡ് കോളത്തിൽ എഴുതിയിരിക്കുന്നത് 0.3708. ഇനി ഏരിയ ഫോർ ഇൻ്റർവെൽ കണ്ടുപിടിക്കണം. ഏരിയ ഫോർ ഇൻ്റർവെൽ കാണാൻ വേണ്ടിയിട്ട് ഈ ഏരിയ എന്ന് പറയുന്നത് 1.93 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 1.13. ഈ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഏരിയ കാണാൻ വേണ്ടിയിട്ട് 0.4732 എന്ന് 1.93യുടെ വാല്യൂ 0.4732 എന്ന് 0.3708 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ഏരിയ ഫോർ ഇൻ്റർവെൽ. ദാറ്റ് ഈസ് 0.1018. ഇനി അതിനെ 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 20 ആയിരിക്കും ആൻസർ വരുന്നത്. ഇനി ആ ഏരിയ എങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കാം. നോർമൽ കർവിൽ 0.1018 എന്ന് പറയുന്ന ഏരിയ ഇവിടെ ബ്ലാങ്ക് ചെയ്തിരിക്കുന്നതാണ്, ബ്ലാങ്ക് ആക്കി ഇട്ടിരിക്കുന്നതാണ്. ആ ഏരിയ എന്ന് പറയുന്നത് 1.93 ഇസഡ്
സോറി 1.93 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 1.13. ഈ ഏരിയയാണ് 0.1018 ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് 40യുടെ നോക്കാം. 40യുടെ ഇസഡ് കിട്ടുന്നത് നമുക്ക് -0.32 ആണ്. അതിൻ്റെ ടേബിൾ വാല്യൂ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ 1.1255 വരും. ഇനി അതിൻ്റെ ഏരിയ ഫോർ ഇൻ്റർവെൽ എങ്ങനെ കാണുക വെച്ചാൽ 0.3708. 30യുടെ ഏരിയ ഫോർ ടേബിൾ വാല്യൂ 0.3708 എന്ന് 0.1255 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.2453 എന്ന് വരും. അതിനെ 200 മൾട്ടിപ്ലൈ ചെയ്താൽ 49 ആയിരിക്കും തിയററ്റിക്കൽ ഫ്രീക്വൻസി എന്ന് വരുന്നത്. ഇനി അടുത്തത് 50യുടെ ഇസഡ് ആണ്. 50യുടെ ഇസഡ് എങ്ങനെ ചെയ്യുന്നത്? എക്സ് മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അത് 0.48 ആയിരിക്കും വരുന്നത്. ഇത് പ്ലസ് വാല്യൂ ആണ്. അപ്പോൾ നേരത്തെ ചെയ്തൊക്കെ മൈനസ് വാല്യൂസ് ആണ്. -1.93 -1.13 -0.32 എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പ്ലസ് വാല്യൂ ആയിട്ട് മാറി. പ്ലസ് വാല്യൂ ആയിട്ട് മാറി മീൻസ് ഈ കർവിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വരികയാണ് നമ്മൾ. ഇനി 0.48. ഇനി ഏരിയ ഫ്രം ടേബിൾ 0.48ൻ്റെ ടേബിൾ വാല്യൂ നോക്കുന്ന സമയത്ത് 0.1844 ആയിരിക്കും വരുന്നത്. ഇനി ഈ 1844ഉം 1255 ആഡ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും ഇതിൻ്റെ ഏരിയ ഫോർ ഇൻ്റർവെൽ കിട്ടുന്നത് 0.1255. അതിന് മുന്നത്തെ ഏരിയ ഫോർ ഇൻ്റർവെൽ അല്ലെങ്കിൽ ഏരിയ ഫ്രം ടേബിളും 0.1255 പ്ലസ് 0.1844 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.3099 ആയിരിക്കും വരുന്നത്. ഈ 0.3099 എന്തുകൊണ്ടാണ് ഇത് ആഡ് ചെയ്തതെന്ന് വെച്ചാൽ നേരത്തേക്ക് എന്താ ചെയ്തിരുന്നത്? തൊട്ട് മുന്നത്തെ വാല്യൂന്ന് മൈനസ് ചെയ്യാൻ ചെയ്തിരുന്നത്. അപ്പോൾ 0.4732 എന്ന് 0.3708 മൈനസ് ചെയ്താലാണ് 0.1018 വരുന്നത്. അതേപോലെ തന്നെ 0.3708 എന്ന് 0.1255 മൈനസ് ചെയ്തിട്ടാണ് 0.2453 കിട്ടിയത്. പക്ഷേ ഇവിടെ 0.1255ഉം 0.1844ഉം ആഡ് ചെയ്യാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ കർവിൻ്റെ ഒരു പോർഷൻ വരുന്നത് ലെഫ്റ്റിലും വേറൊരു പോർഷൻ വരുന്നത് റൈറ്റിലുമാണ്. കാരണം ലെഫ്റ്റിൽ വരുന്ന പോർഷൻ 0.32 ആണ്. 0.32 ഇവിടെ കർവിൽ ലെഫ്റ്റ് സൈഡിൽ വരും. അതേപോലെ തന്നെ 0.48 റൈറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ കർവിൻ്റെ ലെഫ്റ്റും റൈറ്റ്സും വന്നു കഴിഞ്ഞാൽ നമ്മളത് ആഡ് ചെയ്യാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് 0.3099 വന്നത്. അതിനെ 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് തിയററ്റിക്കൽ ഫ്രീക്വൻസി കിട്ടും. ദാറ്റ് ഈസ് 62. ഇനി 60യുടെ ചെയ്യുന്ന സമയത്ത് ഇസഡ് 1.29 ആയിരിക്കും വരുന്നത്. എക്സ് മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെയ്യുമ്പോൾ 1.29 60 മൈനസ് 44 ഡിവൈഡ് ബൈ 12.44 1.29 വരും. അതിൻ്റെ ടേബിൾ വാല്യൂ 0.4015 ആണ്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 0.4015 എന്ന് 1.1844 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 0.2171 കിട്ടും. നേരെ റിവേഴ്സിലായിരിക്കും ഇനി പോകുന്നത്. റിവേഴ്സിൽ മീൻസ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1.29ൻ്റെയും 0.48ൻ്റെയും ഇടയിലുള്ള ഏരിയ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് 0.4015 എന്ന് 0.1844 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0.2171 വരും. ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന വെർട്ടിക്കൽ ലൈന് മാർക്ക് ചെയ്താണ് ആ ഏരിയ എന്ന് പറയുന്നത് 0.2171. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 1.29 ആണ്. 1.29 ആണ് ടോട്ടൽ ഏരിയ. അതിൽ നിന്ന് 0.48ൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.2171 വരും. 0.4015 മൈനസ് 0.1844 ചെയ്ത 0.2171 വരും. അതിനെ 200 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 43 ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. 43 ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. ഇനി 70യുടെ നോക്കാം. 70യുടെ ഇസഡ് എന്ന് പറയുന്നത് 2.09 ആയിരിക്കും. അതിൻ്റെ ടേബിൾ വാല്യൂ 0.4817. ഇനി അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഫോർ ഇൻ്റർവെൽ എന്ന് പറയുന്നത് 0.4817 മൈനസ് 0.4015 ചെയ്ത് കഴിഞ്ഞാൽ 0.0802 ആയിരിക്കും വരുന്നത്. ഇൻറ്റു 200 വിൽ ഗെറ്റ് 16 ആയിരിക്കും അതിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ 0.0802 എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് ഈ ഡോട്ട് ഇട്ടിരിക്കുന്ന പോർഷനാണ് 0.0802 എന്ന് പറയുന്നത്. അതിനെ 200 മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടും. ദാറ്റ് ഈസ് 16. ഇനി ലാസ്റ്റ് 80യുടെ ഞാൻ പറഞ്ഞു ഇസഡ് ബ്ലാങ്ക് ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ ടേബിൾ
ഏരിയ ഫോർ ടേബിൾ എന്ന് പറയുന്നത് അതും 0.5 ആയിരിക്കും. ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും 0.5 ആയിരിക്കും വരുന്നത്. ഒന്ന് ലെഫ്റ്റ് സൈഡും ഒന്ന് റൈറ്റ് സൈഡും കർവിൻ്റെ. ഇനി അതിൻ്റെ ഏരിയ ഫോർ ഇൻ്റർവെൽ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 0.5 ആണ്. അതിൽ നിന്ന് 0.4817 മൈനസ് ചെയ്ത് നമുക്ക് 0.0183 കിട്ടും. അത് ഗ്രേറ്റർ ദാൻ 2.09 ആണ്. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ 2.09 ഏരിയയാണ് 0.0183 എന്ന് പറയുന്നത്. ഈ ഏരിയ മാർക്ക് ചെയ്യലൊക്കെ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസിൽ ചെയ്തതാണ്. അതുകൊണ്ടാണ് പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. 0.0183 എക്സ് ഗ്രേറ്റർ ദാൻ 2.09 എന്ന് പറയുന്നത് 0.0183 ആണ്. അത് ഇൻറ്റു 200 നമ്മൾ ചെയ്യുന്ന സമയത്ത് 4 ആയിരിക്കും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി വരുന്നത്. ഇത്രയാണ് ആ 4 മാർക്ക് ചെയ്യുന്നത്. ഈ ഏറ്റവും റൈറ്റ് പോർഷനിൽ കിടക്കുന്ന ഇതാണ് 0.0183 എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫസ്റ്റ് 5.48, ദെൻ 20, 49, 62, 43, 16, 4. പിന്നെ അത് നമ്മൾ കർവിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റിംഗ് കംപ്ലീറ്റ് ആയി. ഇത്രയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റിങ്ങിൽ വരുന്നത്.